കടലിലെ മത്സ്യസമ്പത്ത് ഇല്ലാതാക്കുന്ന പെലാജിക് വല ഉപയോഗിച്ചിട്ടുള്ള മത്സ്യബന്ധനം വ്യാപകമാകുന്നു. ഒന്നിലധികം ബോട്ടുകൾ ചേർത്ത് പെലാജിക് വല ഉപയോഗിച്ചുള്ള പെയർ ട്രോളിംഗ് നിരോധിച്ചതാണ്. എന്നാൽ അത്തരത്തിലുള്ള മത്സ്യബന്ധനം ഇപ്പോഴും നിർബാധം തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. പെയർ ട്രോളിങ്ങിലൂടെ കടലിന്റെ മുകൾ ഭാഗം മുതൽ അടിത്തട്ട് വരെ എത്തുന്ന വലിയ വലയുപയോഗിച്ച് എല്ലായിടത്തെയും മീനിനെ കൂട്ടത്തോടെ പിടികൂടുകയാണ് ചെയ്യുന്നത്. ഒറ്റത്തവണ തന്നെ കോടിക്കണക്കിന് രൂപയുടെ മത്സ്യത്തെ പിടികൂടും. ഇത്തരത്തിലുള്ള മത്സ്യബന്ധനത്തിലൂടെ ചെറു മത്സ്യങ്ങളും മീൻ മുട്ടകളും വ്യാപകമായി നശിപ്പിക്കപ്പെടും. പിടിക്കുന്ന മത്സ്യങ്ങളിൽ ഏറിയ പങ്കും വളം നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇത് കടലിലെ മത്സ്യബന്ധനത്തിന് ഗുരുതരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നുണ്ട്. പെയർ ട്രോളിംഗ് നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കേരളത്തിന് പുറത്തുനിന്നുപോലും ബോട്ടുകളെത്തി നിയമം ലംഘിക്കുകയാണെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു. മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രം മന്ത്രി സജി ചെറിയാന് നേരമില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ അനങ്ങിയിട്ടില്ല. ഫിഷറീസ് മന്ത്രിക്ക് ഈ കാര്യം തിരക്കാൻ സൗകര്യം പുള്ളി ഹേമാക്കാൻ മറ്റു റിപ്പോർട്ടും കക്ഷത്ത് വെച്ചാണ് നടക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളെ കേൾക്കണം, അവന്റെ വിഷയം പരിഹരിക്കണം. അല്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ കേരളത്തിന്റെ തീരം തെരുവിലേക്ക് ഇറങ്ങും. അതിന് ഉത്തരവാദി ഫിഷറീസ് വകുപ്പ് മാത്രമായിരിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം നിരോധിത വലയുപയോഗിച്ച് മീൻ പിടിച്ച ബോട്ടിലെ വലകൾ കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പിടികൂടിയിരുന്നു. ഇങ്ങനെ പിടികൂടുന്ന വള്ളവും വലയും സർക്കാരിലേക്ക് കണ്ടുകെട്ടണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ബോട്ടുകളെ നിയമപരമായിട്ട് പിടിച്ചു കെട്ടണം. KMFR ആക്ട് പ്രകാരം, കേരള മറൈൻ ഫിഷറീസ് റെഗുലേഷൻ ആക്ട് പ്രകാരം ഇത് പിടിച്ചാൽ 2.5 ലക്ഷം രൂപ ഫൈൻ അടിക്കണം നിലവിൽ നിയമമുള്ള. അത് മാറ്റിക്കൊണ്ട് KMFR ആക്ട് ഭേദഗതി ചെയ്യണം. ഈ ബോട്ടുകൾ പിടിച്ചാൽ ഗവൺമെന്റിലേക്ക് കണ്ടുകെട്ടണം. ജനം, കോഴിക്കോട്.